Kitchen Magic, powered by Kitchen Treasures and presented by Datri Eat Purely-ക്ക് സ്വാഗതം. അങ്ങനെ വ്യത്യസ്തമായ പായസങ്ങൾ തയ്യാറാക്കി നമ്മളുടെ മത്സരാർത്ഥികൾ കിച്ചൺ മാജിക് സീസൺ 4-ൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ റൗണ്ടും വളരെ വ്യത്യസ്തം തന്നെയാണ്. ഓണക്കാലത്തിന് പറ്റിയൊരു റൗണ്ടായിട്ടാണ് പ്രേക്ഷകർക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ മത്സരാർത്ഥികളും വളരെ ടെൻഷനിലാണ്. കാര്യം ഓരോരുത്തരായിട്ട് ഡേഞ്ചർ സോണിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ ഒരു ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ 4ാമത്തെ ഗ്രൂപ്പാണ്. ഇതിൽ 4 മത്സരാർത്ഥികളാണുള്ളത്. ഈ 4 മത്സരാർത്ഥികളും പരസ്പരം മാറ്റുരയ്ക്കുകയാണ്. അപ്പോൾ ഇവരെന്തെല്ലാം വ്യത്യസ്തമായ പായസങ്ങളാണ് തയ്യാറാക്കുന്നത് കാണണ്ടേ? കാണുക, ആസ്വദിക്കുക. ഹലോ മാം. നമസ്കാരം. ഓണാശംസകൾ. ഓണാശംസകൾ. പിന്നെ എന്താണ് പായസം? ചേനയുടെ പായസം. ചേന ശർക്കരയൊക്കെ ഇട്ടിട്ട് ഇവിടെ വന്നിട്ട് ഞാൻ അതിശയിച്ച് നിൽക്കുക. കാരണം ഈ പിന്നെ സാധാരണ ഇപ്പൊ നമ്മുടെ ഇപ്പൊ ഇവിടെ നടക്കുന്ന ജീവജാലങ്ങളെ എല്ലാം പിടിച്ച് പണി കൊടുക്കുകയാണ്. അപ്പൊ ഇപ്പൊ നോക്കിയപ്പോ ഉണ്ട് ഈ വെജിറ്റബിൾസിന് എല്ലാത്തിനും പണിയായി തുടങ്ങി. കാരണം ഈ വെറുതെ കിടന്ന ചേനയും ചേമ്പും ഒക്കെ പിടിച്ച് പായസമാക്കാൻ വിചാരിച്ചു. വെരി ഗുഡ്. മാമിന്റെ സ്പെഷ്യാലിറ്റീസ് എന്താ? കുക്കിംഗ് നോർമൽ. ഇങ്ങനെയൊന്നും പരീക്ഷിക്കാൻ പോയില്ല. നീ വേണം പരീക്ഷിക്കണം. നിങ്ങൾ വെള്ളരിക്ക ഉണ്ടാക്കിയിട്ടുണ്ടോ? പായസം ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. ഇവിടെ ട്രൈ ചെയ്യുന്നുണ്ട്. സാറിന്റെ മറ്റേ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ശ്രീയ ഘോഷാലിന്റെ കൂടെ മണിച്ചിത്രത്താഴിലെ അതെ അതെ അതെ. അങ്ങനെ പറഞ്ഞിട്ട് നല്ലൊരു പാട്ടാണ്. കുറെ സ്വരമൊക്കെ. നല്ലൊരു കമ്പോസിഷനാണ്. ഒരു 5-6 ആദ്യം പാടിയത് ഇലുക്കത്തിന്റെ ഒരു റീമേക്ക് ഉണ്ടായിരുന്നു പ്രിയന്റെ. അത് കഴിഞ്ഞിട്ട് പിന്നെ R.D. ബർമന് വേണ്ടിട്ട് ഗർദിഷ് തുംജമിലെ എന്ന് പറഞ്ഞിട്ട് അത് ഞാൻ ആശാ ഭോസ്ലെയായിട്ടാണ് പാടുന്നത്. അതിനുശേഷം പിന്നെ ഈ ദിയാജലെ എനിക്ക് ലതാജിയായിട്ട് പാടാൻ. പിന്നെ ഞാൻ AR റഹ്മാന് വേണ്ടി 2 പാട്ടൊക്കെ. ഒരുപാട് പാട്ടൊന്നുമില്ല. നടക്കട്ടെ. എന്തായാലും ഭംഗിയാവട്ടെ. അല്ലാഹു എല്ലാ അനുഗ്രഹങ്ങളും. താങ്ക് യു. ഞാനിവിടെ ഉണ്ടാക്കുന്നത് ചേനയും കരിക്കും വെച്ചിട്ടാണ് ഒരു പായസം. ശർക്കര ഇട്ടിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. ചേനൻ്റെ തോലൊക്കെ കളഞ്ഞ് ചേന നന്നായിട്ട് വേവിച്ചെടുക്കണം. ഫസ്റ്റ് ചേന മുറിച്ചെടുക്കണം. വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അത് മുറിക്കുന്നത്. ചേന ഈ കുക്കറിലേക്ക് ഇട്ട് കുറച്ച് വാട്ടർ ഒഴിച്ച് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് വേവിക്കാൻ വെക്കണം. വേറൊരു പാനിലാണ് ശർക്കര മെൽറ്റ് ചെയ്യാൻ വെക്കണം. ലോ ഫ്ലെയിം മതി. കുറച്ച് വെള്ളം ഒഴിച്ച് മെൽറ്റ് ചെയ്യാൻ വെക്കുന്നത്. ഒരു ഫ്ലേവറിന് വേണ്ടി ഞാൻ ഇവിടെ കുറച്ച് ടെൻഡർ കോക്കനട്ടിൻ്റെ വാട്ടർ യൂസ് ചെയ്യുന്നുണ്ട്. ചേന വേവുന്ന ടൈം കൊണ്ട് ഈ ഇളനീര് ചെറിയ ചെറിയ പീസസ് ആക്കി മുറിച്ചെടുക്കാൻ പോവാണ്. ഇത് ഓൾമോസ്റ്റ് മെൽറ്റ് ആയിട്ടുണ്ട്. ചെറിയ ഫ്ലെയിമിൽ ഇത് വെക്കാൻ പാടുള്ളൂ. ചൂടായ ഈ പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിക്കുക. ചിൻസും കാഷ്യൂസൊക്കെ വറുത്ത് കോരിയെടുക്കാണ്. ഈ ടൈം കൊണ്ട് തേങ്ങാപ്പാൽ എടുക്കുക. ഇവിടെ തേങ്ങയും ടെൻഡർ കോക്കനട്ടിൻ്റെ വാട്ടർ
യൂസ് ചെയ്തിട്ടാണ് തേങ്ങാപ്പാൽ എടുക്കുന്നത്. അപ്പോൾ നല്ലൊരു ടെൻഡോ കോക്കനട്ടിൻ്റെ ഫ്ലേവർ വരും, ചൈനൻ്റെ ഫ്ലേവർ വരും, കോക്കനട്ടിൻ്റെ ഫ്ലേവർ വരും, ശർക്കരൻ്റെ ഫ്ലേവർ വരും, എല്ലാം കൂടെ ചേർന്ന ഒരു പായസം ഇത്. ഫസ്റ്റ് പാല് ഞാൻ മാറ്റിച്ചതിന് ഒരു പാലും കൂടെ എടുക്കാൻ പോകുന്നു. തേങ്ങാക്കൊത്തുകൾ എടുക്കണം, പായസത്തിൽ ചേർക്കാനാണ്. തേങ്ങാക്കൊത്തും നെയ്യും കൂടെ വരുമ്പോൾ നല്ലൊരു ഫ്ലേവർ വരും. ചേന നന്നായി വന്നിട്ടുണ്ട്, ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കും. ഈ ചേന ഇതിലേക്ക് നല്ലോണം ഇട്ട് ആ നെയ്യും ചേനയും വഴന്ന് കഴിയുമ്പോൾ കുറച്ച് റെഡിയാക്കി വെച്ച ശർക്കര ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ഈ മുറിച്ച് വെച്ച ഇളനീരിൻ്റെ പീസ് ഇടുക. ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കുക. ഏലക്കൻ്റെ ഫ്ലേവർ കൂടാൻ പാടില്ല. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക. മധുരം ഒന്ന് ടേസ്റ്റ് ചെയ്യണം. ടെൻഡർ കോക്കനട്ടിൻ്റെ ഫ്ലേവർ, ജാഗ്രി ഫ്ലേവർ, കോക്കനട്ട്, ചേന എല്ലതും കിട്ടുന്നുണ്ട്. തേങ്ങാപ്പാൽ ഒഴിച്ചതുകൊണ്ട് കൂടുതൽ നേരം തിളപ്പിക്കാൻ പാടില്ല. അപ്പം ഞാനിത് വേഗം ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാൻ പോവാണ്. വെച്ചിട്ടുള്ള പായസം റെഡി ആയിട്ടുണ്ട്. സജന എന്താ ഉണ്ടാക്കിയ? ഞാൻ യാമും ടെൻഡർ കോക്കനട്ടും വെച്ചിട്ടൊരു പായസം. ചേന ചേന ആൻഡ് ടെൻഡർ കോക്കനട്ട്. ടെൻഡർ കോക്കനട്ട് ടെൻഡർ എന്ന് വെച്ചാൽ തീരെ ടെൻഡർ അല്ലായിരുന്നു തോന്നുന്നു, അത്ര ടെൻഡർ അല്ല, കുറച്ച് പഠിക്കാൻ പറ്റുന്ന ടെൻഡർ. യാം ആൻഡ് ടെൻഡർ കോക്കനട്ട്. ടെൻഡർ കോക്കനട്ട് അങ്ങനെ ഒരു കോമ്പിനേഷൻ നമ്മൾ ആലോചിച്ചിട്ടില്ല. എല്ലാവരുടെയും ഒരു കംപ്ലൈന്റ് ആണ്, എനിക്ക് നാടൻ ഉണ്ടാക്കാൻ അറിയോ, എപ്പോഴും കോണ്ടിനെന്റൽ ചീസ് കേക്ക് അത് ഇതൊക്കെ തോന്നലുണ്ട്. അപ്പൊ ഞാൻ വെച്ച ശർക്കര ഒരു നാടൻ ടൈപ്പിൽ ഉണ്ടാക്കാൻ വിചാരിച്ചു. ഗുഡ്, വിൽ സീ. ഓക്കെ. നമസ്കാരം, ഓണാശംസകൾ. ഓണം സ്പെഷ്യൽ റൗണ്ടാണ്. അപ്പോൾ പായസമാണ് ഉണ്ടാക്കുന്നത്. ഈത്തപ്പഴം ചവരി വെച്ചിട്ടാണ് പായസം ഉണ്ടാക്കുന്നത്. ചവരി അത് ഭയങ്കര ടേസ്റ്റ് ആകാനുള്ളൊരു. അപ്പൊ നല്ല കട്ടി പായസമായിരിക്കും. ഒരുപാട് തിക്കാവില്ല, തണുക്കുമ്പം കുറച്ചുകൂടെ തിക്കായിരിക്കും. പായസമൊക്കെ ട്രൈ ചെയ്യാറുണ്ടോ? എന്താണ് പിന്നെ ഇഷ്ടഭക്ഷണം ബിരിയാണി ഇഷ്ടമാണ്. ഫിഷ് ബിരിയാണി ഇഷ്ടമാണ്. ഈ പാടിക്കൊണ്ട് കുക്ക് ചെയ്തിട്ടുണ്ട്? അല്ല, പാട്ട് ആസ്വദിക്കും, പാടില്ല. എനിക്കിപ്പോ ഈ പഴത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്ക് ഒരു ഇത് ഓർമ്മ വന്നു. സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഈ ഞങ്ങളുടെ കൂട്ടുകാരെല്ലാം ഇരട്ടപ്പേരുണ്ട്. ഇരട്ടപ്പേരെന്ത്? എനിക്ക് ഇരട്ടപ്പേരില്ല. അല്ല, ഞങ്ങള് ഈ ഒരുപാട് ഇരട്ട നിനക്കുണ്ടായിരുന്നു. എനിക്കില്ല, നമുക്ക് രണ്ടുപേർക്കും ഇല്ല. ഇപ്പൊ ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും ഇല്ലാത്ത പേര് എനിക്ക് മാത്രമേ ഉള്ളെന്ന് തോന്നുന്നു. ആയിക്കോട്ടെ. എന്നാലും ഞങ്ങളുടെ മോൺ സ്കൂളിൽ പഠിച്ച ഞങ്ങള് എന്റെ ജൂനിയറായിട്ട് പഠിച്ച മോഹൻലാല്, പ്രിയദർശൻ, എല്ലാവർക്കും ഇരട്ടപ്പേരുണ്ടായിരുന്നു. അതിനകത്ത് ഒരാളുടെ പേര് പഴവുണ്ണി, ഒരാൾ കുളത്തിച്ചാടി, പിന്നെ അങ്ങനെ പല പേരുകളും. എന്റെ പേര് എനിക്കില്ല.
അതായത് ഒരാളുടെ പേര് ഉണ്ടായിരുന്നു. അത് ഞാൻ ഒറ്റ കാര്യം പറഞ്ഞു. ഒരാളുടെ പേര് പായസം തരും. സാറില്ല. അതാരെയാന്ന് പറയുന്നത് ഞാൻ ഒരു 15,000 രൂപ വരും. ഒന്നോട് സാറന്നെ. ഞാനല്ല. അതിന്റെ ഒരു പായസം എന്നായിരുന്നു പേര്. ക്ലൂ വേണം. വേണ്ട, എനിക്കറിയാലോ. എന്ത്? എനിക്കറിയാം. ഒരിക്കലും അറിയത്തില്ല. ഒരിക്കലും അറിയാൻ പറയട്ടെ? ശ്രീകുട്ടൻ തന്നെ. ഈശ്വരനാണ്. ആദ്യം പറഞ്ഞേ. അപ്പൊ അതാ ഇദ്ദേഹം പറഞ്ഞേ. അല്ല, പായസം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. ക്ലൂ വേണോ? പ്രിയനായിരിക്കും അല്ലേ? ഷൂട്ട് ചെയ്യില്ല. ഇത് ഡെഫിനറ്റ് ആയിട്ട് ഇട്ടോളൂ. വളരെ സത്യമാണ് പറഞ്ഞത്. ഇതെല്ലാം ഷൂട്ട് ചെയ്യല്ലേ? ഞാൻ ക്ലൂ ഒരു പറയുന്നതിന് മുമ്പേ പറഞ്ഞു. എന്തായാലും അല്ല, അങ്ങനെയൊക്കെ നല്ല കാര്യമല്ലേ? പായസം ചാണകമൊന്നും അല്ലല്ലോ, പായസം എന്നാണല്ലോ. അതുകൊണ്ട് കുഴപ്പമില്ല. എന്തായാലും ഇരട്ടപ്പേര് ഉണ്ടെന്നുള്ള കാര്യം എനിക്കറിയാം. ദൈവം അള്ളാഹു അനുഗ്രഹിക്കട്ടെ. പറഞ്ഞല്ലോ, മോഹൻലാലും പ്രിയദർശനും സാറും ഭയങ്കര ഒരു കൂട്ടുകെട്ടിന് അതെന്താ ഒരുപാട് കേട്ടിട്ടുണ്ട്. അത് എന്താ പറയുന്നത്, നമ്മളിപ്പം കൊച്ചിയിലെ ഞങ്ങള് സുഹൃത്തുക്കളായിരുന്നു. പ്രിയന് ഞങ്ങൾ അമ്പലപ്പുഴയാണ് വീട്, അടുത്തടുത്ത താമസം. ട്രിവാൻഡ്രത്ത് വന്നപ്പോൾ മോഹൻലാലും ഞങ്ങളെല്ലാം കൂടി ഇന്ത്യൻ കോഫി ഹൗസിൽ കൂടും. അപ്പം ഞങ്ങൾ എപ്പോഴും ഒരു സൗഹൃദം നിലനിർത്തിക്കൊണ്ടുവന്നു. ഞങ്ങളുടെ ചെറുപ്പത്തിലെയുള്ള അഭിലാഷം എന്ന് പറയുന്നത് സിനിമ തന്നെയാണ്. കാരണം ഞങ്ങൾ ഈ ഫിലിമൊക്കെ ഉണ്ട്. ഈ തിയേറ്ററിൽ പോയിട്ട് കഷ്ടപ്പെട്ടിട്ട് ഈ ഫിലിം റോളുണ്ട്. അത് പണ്ട് ഓടിക്കുന്ന പിന്നെ പ്രദർശിപ്പിക്കുന്ന അങ്ങേരടുത്ത് നിന്ന് നമ്മൾ 10 പൈസയും 15 പൈസയൊക്കെ കൊടുത്ത് ഈ കട്ട് ചെയ്ത് കളയുന്ന റോള് വാങ്ങിച്ചിട്ട് വന്ന് ഭിത്തിയിലടിക്കും. ഇങ്ങനെ ഭിത്തിയിലടിച്ചിട്ട് ടോർച്ച് വെച്ച് അടിക്കുമ്പോഴത്തേക്കും ഇങ്ങനെ പടം ഇങ്ങനെ ശിവാജി ഗണേശന്റെ. അപ്പൊ ശിവാജി ഗണേശൻ വാളെടുക്കുന്നെങ്കിൽ നമ്മൾ കുറച്ച് സ്പീഡിൽ ഓടിച്ചു കഴിഞ്ഞാൽ ശിവാജി ഗണേശൻ വേഗം വാളെടുക്കും. ഇല്ലെന്നുണ്ടെങ്കിൽ പതുക്കെ എടുക്കുന്നതാണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ളൊരു ആഗ്രഹമായിരുന്നു. പക്ഷെ എല്ലാവരും സിനിമ വന്നു എന്നുള്ളത് ദൈവഹിതമാണ്. പിന്നെ മോഹൻലാലിന് വേണ്ടി ചിത്രത്തില് ദൂരെ കിഴക്കുതിക്കൻ മാണിക്യച്ചമ്പഴുക്ക ഞാനിന്ന് എടുത്തു വെച്ച് എന്റെ വെറ്റിയിലെ താമ്പാളത്തിൽ ദൂരെ കിഴക്കുതിക്കൻ മാണിക്യച്ചമ്പഴുക്ക. അത് പിന്നെ പാടം പൂത്ത കാലം. അത് ഈറന്മേഘം പൂവും കൊണ്ട് പൂജയ്ക്കായി ക്ഷേത്രത്തിൽ പോകുമ്പോൾ. പിന്നെന്താണ് സ്വാമിനാഥ പരിപാലയാശുമാർ. അത് നഗുമോ ഓമോഗനല്ലേ. ഇതൊക്കെ പാടിയപ്പോഴത്തേക്ക് എനിക്ക് മോഹൻലാലിന്റെ ഒരു ഇപ്പൊ നസീർ സാറ് എന്ന് പറയുമ്പോഴത്തേക്ക് ദാസേട്ടന്റെ ശബ്ദമായിട്ട് വളരെ ബന്ധപ്പെട്ട് കിടക്കുന്നവരും ഈ നമ്മുടെ പ്രേക്ഷകർ പറഞ്ഞാൽ ഇത് ഒരു ചേർച്ചയുണ്ട്. അത് എനിക്കൊരു വലിയ അനുഗ്രഹമായി. പിന്നെ അത് അങ്ങനെ ഈ ബന്ധം, ഞങ്ങളുടെ ബന്ധം ഒരിക്കലും മുറിയത്തില്ല. അത് ഉറപ്പാണ്. പോയി പാല വെച്ചാലും ശരി. ഇപ്പൊ ഞങ്ങൾ പറഞ്ഞില്ലേ, ഇപ്പൊ പായസം എന്ന് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞ് പുള്ളിക്ക് വേണേ എന്നെ വിളിച്ചു, നീ എന്തിനാടാ എന്നെ അങ്ങനെ പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. പ്രിയൻ ഏതെങ്കിലും പ്രിയൻ അടുത്ത ഒരു ഇന്റർവ്യൂവിന് എന്റെ ഇരട്ട പേര് അപ്പൊ അതും കേൾക്കാം. ഓക്കെ, ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന പായസം ഡേറ്റ്സ് ചവ്വരി പായസമാണ്. പിന്നെ പാൽ ഒഴിച്ച് ആദ്യം കുറച്ച് കുറുക്കിയെടുക്കും. പാല് കുറുകുന്ന സമയം കൊണ്ട് ഡേറ്റ്സ് കട്ട് ചെയ്തെടുക്കാം. ഡേറ്റ്സും നട്ട്സും കൂടെ കട്ട് ചെയ്തിട്ട് ഒരു കുഞ്ഞ് ബോളാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. കുറച്ച് ഡേറ്റ്സ് ഇതിൽ അരച്ച് ചേർക്കും ചെയ്യും. ഇടയ്ക്ക് കൊടുക്കാം. ചെയ്ത് ഡേറ്റ്സ് മാറ്റി വെക്കാം. അതുപോലെ നട്ട്സും ചെറുതായിട്ട് കട്ട് ചെയ്ത് നട്ട്സ് പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഏലക്കായും പഞ്ചസാരയും കൂടെ ഒന്ന് പൊടിച്ചെടുക്കാം. പഞ്ചസാര ചേർക്കുന്നത് ഏലക്ക നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഏലക്ക പൊടിച്ചത് ഈ പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അതുപോലെ കുറച്ച് നട്ട്സ് പൊടിച്ചെടുക്കാം. ഒരു ടേബിൾ സ്പൂൺ ചവ്വരി ചേർക്കാം.
ചേർത്ത് ഇതിൽ കിടന്ന് വെന്ത് കിട്ടും. പൊടിച്ചു വെച്ച നട്ട്സ് ഈ പാത്രത്തിലേക്ക് മാറ്റി വെക്കും. രണ്ട് മൂന്ന് കാരക്ക ജസ്റ്റ് അരച്ചെടുക്കാം. പാല് തിളച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു മുട്ട, കുറച്ച് ക്രീം, കുറച്ച് പൊടിച്ച് വെച്ച നട്ട്സ്, ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യും. ആവശ്യത്തിന് പഞ്ചസാര ചേർക്കും. കുറുകുന്ന സമയം ഈ ഡേറ്റ്സും നട്ട്സ് പൊടിച്ചതും കൂടെ യോജിപ്പിച്ച് ബോളാക്കിയെടുക്കും. ചെറിയ ബോളുകളായിട്ട് ഒറ്റിയെടുക്കും. അരച്ച് വെച്ച ഡേറ്റ്സ് കുറച്ച് ഇതിൽ ചേർത്ത് ഇത് ഡേറ്റ്സ് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അടി പിടിച്ചിരിക്കും. മറ്റൊരു പാത്രം അടുപ്പിൽ വെച്ച് നെയ്യ് ഒഴിക്കുക. നെയ്യ് ചൂടായതിന് ശേഷം ഈ ഡേറ്റ്സ് നട്ട്സ് ബോൾസ് ഇതിലിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കിയെടുക്കും. കുറുകിയ കൂട്ടിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ക്രീം, മുട്ട, നട്ട്സ് പൗഡർ ചേർത്ത് യോജിപ്പിക്കും. നന്നായിട്ട് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടി പിടിച്ചു. ആവശ്യത്തിന് മധുരം ചേർത്ത് കൊടുക്കണം. ഫ്ലേവറിന് വേണ്ടി ഏലക്ക പൊടിച്ചത് ചേർക്കാം, വനില എസൻസും ചേർക്കാം. ഞാൻ ഏലക്ക പൊടിയാണ് ചേർക്കുന്നത്. പായസം റെഡിയായി. ഈ സെർവ് ചെയ്യാം. ഡേറ്റ്സ് ബോൾസ് നട്ട്സ് ഇതിലൊന്ന് ഉരുട്ടിയെടുക്കാം. ഉണ്ടാക്കി വെച്ച ഡേറ്റ്സ് ആൻഡ് നട്ട്സ് ബോൾസ് ഇതിലിട്ടിട്ട് സെർവ് ചെയ്യും. നമ്മളെ ചവ്വരി ഡേറ്റ്സ് പായസം ഇവിടെ റെഡിയായി. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. എന്താ ഉണ്ടാക്കിയ? ചവ്വരി ഈത്തപ്പഴം പായസം. ഈത്തപ്പഴം പായസം എന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങനെ വേറൊരു കളറും ഇതൊക്കെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. പക്ഷെ അത് അത്ര ചേർത്തില്ല. ജസ്റ്റ് ബോൾ ഇതാക്കി മുട്ടയും ക്രീമും മുട്ടയൊക്കെ ചേർത്ത് പായസം. സോ അതൊരു ഡിഫറെൻ്റ് ആണ്, നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്തൊരു കാര്യമാണ്. അതെങ്ങനെ ഉണ്ടാവുമെന്ന് അറിയാൻ ശരിക്കും ആകാംക്ഷയുണ്ട്. ചേർത്തോന്ന് അല്ല, അത് നിർബന്ധം ചേർക്കാൻ പാടില്ല എന്നൊന്നും ഇല്ലല്ലോ. നമ്മൾ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കുകയല്ലേ. പക്ഷെ അത് തമ്മിൽ ചേർന്ന് പോകണമെന്നേ ഉള്ളൂ. ഞാനും ഇച്ചിരി പതുക്കെ പഠിക്കട്ടെ. How to use egg in the അതെ അതെ, paisa. പായസം, സ്വീറ്റ്സ്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ. ഞാൻ ഉണ്ടാക്കില്ല, പക്ഷെ let me see how you taste ചെയ്തിട്ട്. നമസ്തേ. ഏത് പായസമാണ്? ഞാനൊരു വെള്ളരിക്ക പ്രഥമനാണ് ഉണ്ടാക്കുന്നത്. നേരത്തെ ചോദിച്ചായിരുന്നു. ഞാൻ പറഞ്ഞതേ ഉള്ളായിരുന്നു. വെള്ളരിക്കാറുണ്ട്. എന്തുകൊണ്ട് വെള്ളരിക്ക വിട്ടുപോയി എന്ന് ഞാൻ ആലോചിച്ചിരിക്കുകയാണ്. വെള്ളരിക്ക വെച്ചിട്ടാണ്. അതെ, വെള്ളരിക്ക പ്രഥമനാണ്. എന്താണ്, ശർക്കരയാണോ? ശർക്കര, തേങ്ങാപ്പാൽ, നെയ്യ്. പാട്ടൊക്കെ പാടും. പാട്ട് പഠിച്ച് പാലക്കാടാണെന്നുണ്ടെങ്കിൽ പാലക്കാടാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു പാട്ടിന്റെ ഒരു അഭിരുചിയുള്ള ഒരു സ്ഥലമാണ്. കാരണം വെച്ചാൽ പാലക്കാട് നല്ല ശുദ്ധ സംഗീതം ആസ്വദിക്കുന്ന ഒരു സ്ഥലങ്ങളിൽ ഒന്നാണ് പാലക്കാട്. ഞാൻ അവിടെ ഒരുപാട് പ്രോഗ്രാംസിന് വരുമ്പോഴും അവർക്ക് എപ്പോഴും ഇഷ്ടം ക്ലാസിക്കലും അതുപോലത്തെ ആ ഒരു കൾച്ചറാണ്. അപ്പൊ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു രണ്ടുപേരും പഠിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. എന്നാലും ഒരു രണ്ടുപേരും. മന്ദാരച്ചെപ്പുണ്ടോ മാണിക്ക കല്ലുണ്ടോ കയ്യിൽ വാർമതിയേ, പുല്ലും തേനും വയമ്പുമുണ്ടോ
വാനം പാടിതൻ തൂവലുണ്ടോ. മതിയോ? ഉള്ളിൽ ആമോദത്തിരകൾ ഉയരുമ്പോൾ മൗനം പാടും. മതി, അതൊക്കെ മതി. അത്ര പാടാനൊന്നും അറിയില്ല. അറിയാമല്ലോ, അത് മതി. കാരണം സംഗീതം നമുക്ക് അറിയുന്നത് എപ്പോഴും നല്ലതാണ്. അതെ. ചമേല് പോലെ തന്നെ സംഗീതം അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ ഒരു സുഖമുണ്ട്, കേൾവി ആസ്വാദന ശേഷിയുണ്ട്. അത് മതി. അപ്പൊ എന്തായാലും ഇന്നത്തെ ഈ പായസത്തിന്റെ ഈ സംഭവം അടിപൊളിയായിട്ട് 1ാം സ്ഥാനത്ത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. പായസമാണ്. വെള്ളിരിക്ക പായസത്തിന് ആവശ്യമാണ് തേങ്ങാപ്പാല്, നെയ്യുണ്ട്, അണ്ടിപ്പരിപ്പ്, ചൗവരി, വെല്ലം. ഇത്ര മാത്രമാണ്. നമുക്ക് ആദ്യം തേങ്ങ ഒന്ന് അരച്ച് പാലെടുത്ത് വെക്കാം. അതിന് മുമ്പ് പാൻ വെച്ച് പായസത്തിന് എത്രയാണോ ആവശ്യം വെല്ലം അത്ര വെല്ലം പാവാക്കി എടുക്കാം. നന്നായിട്ടൊന്ന് തോല് കളഞ്ഞ് കട്ട് ചെയ്യാം. വെള്ളിരിക്ക അടയുടെ പരുവത്തിൽ കട്ട് ചെയ്യാം. എത്രത്തോളം സ്മോൾ പീസസ് ആക്കാൻ പറ്റുന്നോ അത്രത്തോളം സ്മോൾ ആക്കി കട്ട് ചെയ്യാം. പാവ് ഒന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. വരുന്നത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ആദ്യത്തെ 1ാം പാൽ നമുക്ക് നന്നായിട്ട് 1ാം പാൽ എടുത്തിട്ടുണ്ട്. ഏകദേശം 1 കപ്പ്. നമുക്ക് 2ാം പാൽ എടുക്കാം. ഏകദേശം 2 ടേബിൾ സ്പൂൺ ചവ്വരി ചേർക്കാം. 2ാം പാൽ ഒഴിക്കാം. വെള്ളരിക്ക ഏകദേശം 2ാം പാലിൽ നന്നായിട്ടൊന്ന് വേകുന്നുണ്ട്. കുക്കുംബറൊന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരണം. അതുവരെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിലേക്ക് നമുക്ക് ശർക്കര പാവ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് നെയ്യ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പായസം നന്നായിട്ടത് റെഡിയായിട്ട് കുറുകി വരുന്നുണ്ട്. 2ാം പാലിൽ കിടന്ന് നന്നായിട്ട് കുറുകി വരുന്നത്. അതിൽ കുറച്ച് നമ്മൾ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആ നെയ്യിൻ്റെ മണവും വെല്ലത്തിൻ്റെ മണവും എല്ലാം കൂടി നല്ലൊരു പരുവത്തിലായിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അടി പിടിക്കരുത്. ആ പരുവത്തിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നെയ്യ് ഒഴിച്ച് അണ്ടിപ്പരിപ്പൊന്ന് വറുത്തെടുക്കാൻ പോവാണ്. നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. നമ്മുടെ പായസം ഏകദേശം റെഡിയായി. ഏലക്ക നന്നായിട്ടൊന്ന് ജസ്റ്റ് എണ്ണയിലിട്ട് എടുക്കാം. ഏലക്ക പൊടി ചേർത്ത് കൊടുക്കാം. ഓഫ് ചെയ്ത് 1ാം പാൽ ചേർക്കാം. അപ്പോൾ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. സെർവിങ് ഡിഷിലേക്ക് മാറ്റാം.
ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം മാം. എന്താ ഉണ്ടാക്കി? ഇതൊരു വെള്ളരിക്ക പ്രഥമനാണ് സാർ. വെള്ളരിക്ക പ്രഥമൻ. വെള്ളരിക്ക പ്രഥമൻ ശർക്കരയൊക്കെ ചേർത്ത് ശർക്കര, തേങ്ങാപ്പാല്, നെയ്യ്, ആവശ്യത്തിന് ഏലക്ക. എന്താണ് ഈ ഐഡിയ? എങ്ങനെയാണ് ഈ ഐഡിയ വന്നത്? വെള്ളരിക്ക പ്രഥമൻ ഐഡിയ പറഞ്ഞാൽ മാം, ഞാൻ വെള്ളരിക്ക കൊണ്ട് 2 ടൈപ്പ് ഓഫ് ചെയ്ത് നോക്കി. ഒന്ന് പാലിലും ഒന്ന് ശർക്കരയിലും. പാല് നന്നായിരുന്നു. പാലും പഞ്ചസാരയും വെച്ച്. പാലും പഞ്ചസാര മാതിരി പാലട പോലെ. അപ്പൊ അങ്ങനെ ചെയ്തു അത് നന്നായിട്ടുണ്ട്. ഇതാണ് കൂടുതൽ കുറച്ചുകൂടെ നന്നായിട്ടുള്ളത് ഇതാണ്. അടപ്രഥമൻ മാതിരി ഇരിക്കും. ഏകദേശം അടയുടെ പരുവത്തിൽ കട്ട് ചെയ്തിരിക്കുന്നത്. അത് ഏകദേശം വെന്ത് വരുമ്പോൾ അടേനെ പോലെ തന്നെ. Good. I like the idea. It's so common. They started preparing, no? Cashew nut ഇച്ചിരി ഗീയിൽ സോത്ത് ചെയ്തിട്ട്, അതർവൈസ് റോ ആയിട്ട് ഇടുന്നത്. അതൊക്കെ മാറി. അത് പിന്നെ പായസത്തിന്റെ കാണിച്ചല്ലേ, അതുകൊണ്ട് പിന്നെ അണ്ടിപ്പരിപ്പും കിസ്മിസും വറുത്തേ എടുക്കുള്ളൂ. നെയ്യ് വേണമല്ലോ. Good. താങ്ക് യു. നമസ്കാരം. നമസ്കാരം. എന്താ പേര്? ശ്രേയ. ശ്രേയ. ഓണം സ്പെഷ്യൽ ആയതുകൊണ്ട് പായസം റൗണ്ടാണ് ഞങ്ങൾക്ക് കിട്ടിയത്. എന്ത് പായസമാണ്? ഞാനൊരു റംബുട്ടാൻ്റെ ഒരു പായസവും പിന്നെ സോയ ചങ്ക്സ് ഇട്ടിട്ട് ഒരു പായസവും. ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നതാണോ ഓൾറെഡി ഇങ്ങനെ? ആദ്യമായിട്ട് ട്രൈ ചെയ്യാണ്. പക്ഷെ എന്തെങ്കിലും ഡിഫറെന്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഒരു കോമ്പറ്റീഷൻ ലെവൽ വരുമ്പം എന്തെങ്കിലും കേട്ടിട്ടില്ല. അദ്ദേഹത്തിന് മദ്രാസ് എന്ന് പറഞ്ഞ ജീവനാണ്. എനിക്ക് ഇഷ്ടമാണ്. അപ്പൊ സാർ അവിടെ ഫുഡൊക്കെ എങ്ങനെയാണ്? ഞാൻ തന്നെത്താനാണ് പോണെന്നെങ്കിൽ പ്രൊഡക്ഷന്. കാരണം ഉച്ചയ്ക്കും മറ്റൊരു ടിഫിൻ കാരിയർ ഉണ്ട് സിനിമയില്, കണ്ടിട്ടുണ്ടോ? വലിയൊരു അതിനകത്ത് ഭക്ഷണം വരും, അതിനകത്ത് ചപ്പാത്തി തൊട്ട് എല്ലാം കാണും, അതെല്ലാം കഴിക്കുക. അദ്ദേഹം വരികയാണെന്നുണ്ടെങ്കിൽ നല്ല എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു. എക്സ്പെർട്ട് ആണ്. അങ്ങനെ എക്സ്പെർട്ട് വളരെ ഫാസ്റ്റ് ആണ്. ഒരു 10 മണിക്ക് തുടങ്ങിയാൽ 11:30 ആകുമ്പോഴത്തേക്ക് ഉച്ചക്കലത്തെ സകലം എക്സിക്യൂട്ടീവ് ഒന്നുമില്ല. കുറേ നേരം എനിക്ക് കിച്ചണിൽ, അതും ഒരിടത്ത് ഒത്തിരി നേരം സ്പെൻഡ് ചെയ്യാൻ താല്പര്യമില്ല എന്നിട്ടാണ്. അങ്ങനെ വേഗം എല്ലാം ഉണ്ടാക്കും. പക്ഷെ നിങ്ങൾ അത്ര ടേസ്റ്റ് ഒന്നും കാണില്ലായിരിക്കാം. അയ്യോ, പക്ഷെ കഴിക്കബിളായിരിക്കും. നല്ലതായിരിക്കും സാർ എന്നെ പറഞ്ഞില്ലേ. ഓൾ ദി ബെസ്റ്റ്. അപ്പം നല്ല പായസമൊക്കെ ഉണ്ടാക്കാൻ പോകുന്നത് സോയ ചങ്ക്സിന്റെ പായസമാണ്. സോ അതിന് ആദ്യം പാല് തിളപ്പിക്കാൻ വെക്കാം. കുറച്ച് പഞ്ചസാരയും ഇട്ട് നമുക്ക് പാലിൽ കുറച്ച് പഞ്ചസാര ഇടാം. പാല് നല്ലപോലെ കുറുക്കണം. പാല് നല്ല കുറുകി കളറ് മാറുന്ന വരെ കുറുക്കണം. ഇനി ഒരു പാന് ചൂടാക്കാൻ വെച്ചിട്ട് അതിലേക്ക് നെയ്യിൽ കുറച്ച് അണ്ടിപ്പരിപ്പ് വഴറ്റിയിട്ട് അതിലേക്ക് ആഡ് ചെയ്യാം. കുറച്ച് കാഷ്യൂ ഇട്ടിട്ട് വറുത്തെടുക്കാം. ഇനി ഇതിലേക്ക് വഴറ്റി വെച്ച അണ്ടിപ്പരിപ്പ് ആഡ് ചെയ്യാം.
സെർവ് ചെയ്യാൻ പ്ലേറ്റിലേക്ക് മാറ്റാം, ബൗളിലേക്ക് മാറ്റാം. How are you? Yeah, fine. How was the experience? Good. Good ഒന്ന്. അത് നിങ്ങൾക്ക് സത്യത്തില് സമയമൊക്കെ ഉണ്ടായിരുന്നല്ലോ അല്ലേ പ്രിപ്പയർ ചെയ്യാനായിട്ട്? ഞാൻ നല്ല എക്സിക്യൂട്ട് ചെയ്തു. ബിക്കോസ് പാല് പറ്റി കിട്ടാൻ കുറേ ടൈമോ, അപ്പം ഞാൻ 2 പാനലായി സ്പ്ലിറ്റ് ചെയ്ത് വെച്ച് 2 അടുപ്പത്തേറ്റ് പറ്റിച്ചു. കുറച്ചുകൂടി വേഗം. ഇതിപ്പോ സോയ ചങ്ക്സ് ആണ്, സോയ ചങ്ക്സ് പായസം അല്ലേ? അപ്പൊ ഈ ഒരു ഇന്നോവേറ്റീവ് എന്നൊക്കെ പറഞ്ഞപ്പോ എത്ര ആലോചിച്ച് കണ്ടെത്തിയതാണ് അല്ലേ? എന്താലോചിച്ചാലും ആരെങ്കിലും ഒരാൾ ഉണ്ടാക്കിയിട്ടുണ്ടോ, അങ്ങനെ ആലോചിച്ചപ്പം എനിക്ക് കുറച്ച് ഡിഫറെന്റ് ആയിട്ട് തോന്നിയത്. ഓക്കെ, ഇത് എക്സാക്ട്ലി നമ്മൾ താങ്കൾ വിചാരിച്ച പോലെ വന്നിട്ടുണ്ടോ? നമ്മളുടെ ആ ഒരു എല്ലാം എവറിത്തിങ് ഈസ് ഓക്കെ? ഞാൻ വിചാരിച്ച പോലെ വന്നിട്ടുണ്ട്. ഞങ്ങൾ വിചാരിച്ച പോലെയാണോ ഞങ്ങൾ ഇനി പറയാം. Soya chunk is very tricky to cook. Very tricky. That's it. Coco's Kitchen Magic Season 4 powered by Kitchen Treasures and presented by Datri Eat Pure Day, Tasting and Judgment. അപ്പൊ നമ്മളുടെ പായസം റൗണ്ടിന്റെ 4ാമത്തെ ഗ്രൂപ്പ്. ഈ ഗ്രൂപ്പിലെ എണ്ണം കൂടുതലാണ്, 4 ആൾക്കാരുണ്ട്. ഇതുവരെ 3 ആയിരുന്നു. ബിഗർ ഗ്രൂപ്പ്, അതുകൊണ്ട് കോമ്പറ്റീഷൻ കുറച്ചുകൂടെ ഓൾ ദ ലേഡീസ് ടഫറാണ്. ഇത് കമ്പാരിറ്റീവ് ആണല്ലോ ഇവാലുവേഷൻ. അപ്പൊ ഇതിൽ ഒരാള് ഡേഞ്ചർ സോൺ, പിന്നെ ഒരാള് സമ്മാനവുമാണ്. ഓക്കെ, തുടങ്ങാം. ഓക്കെ, സജ്ന വരും. യാം ആൻഡ് ടെൻഡർ കോക്കനട്ട് പായസം. യാം ആൻഡ് ടെൻഡർ കോക്കനട്ട്, അതായത് നമ്മളുടെ ചേനയും ഇളനീരും. അപ്പൊ നാടൻ എന്ന് പറയുമ്പോൾ നമ്മൾ നാടൻ രീതിയിൽ തന്നെ പേര് പറയണം അല്ലെ? ഈ ചിലപ്പോ യാം എന്നൊക്കെ പറഞ്ഞ ആൾക്കാർക്ക് മനസ്സിലാവണമെന്നില്ല, സാധാരണക്കാർക്ക്. ഓക്കെ, ചേനയും ഇളനീരും അല്ലെങ്കിൽ കരിക്ക് പായസം അല്ലെ? കരിക്കല്ല, ഇളനീര്. കുറച്ച് കട്ടിയുള്ള കരിക്ക് തന്നെയായിരുന്നു അല്ലെ? കുറച്ച്. ചേന എപ്പോഴും ഒരു റിസ്ക് ആണ്. നല്ല ചേന അല്ലെങ്കിലേ പണി കിട്ടും. എന്ത് പറ്റും? സോറി. മധുരമൊക്കെ കറക്റ്റാ, കൺസിസ്റ്റൻസി ഈസ് ഓക്കെ. ചേനയുടെ ടേസ്റ്റ് കിട്ടുന്നുണ്ടോ ഷെഫിന്? ഉണ്ടോ? ഇല്ല, അവിടെയാണ് പ്രശ്നം. ഇളനീര് കടിക്കാൻ കിട്ടുന്നോണ്ട് അതുണ്ട്. ചേനയുടെ ഒരു ചേനയുടെ ഫുള്ള് ആണ്. ചേനയാണ് അതിന്റെ ഒരു ബോഡി അല്ലേ? ബോഡിയൊന്നും ഫീൽ ചെയ്യുന്നില്ല. മധുരവും എല്ലാം കൂടി വന്നപ്പോഴായിരിക്കും. Cardamom powder ഇട്ടണോ? കുറച്ച് ഇട്ടിട്ടുണ്ട്. You know, whenever you make a light flavor ingredient, don't put a strong വളരെ കുറച്ച് flavor. ഇട്ടിട്ടുള്ളൂ. If I'm tasting it, have you tasted it? Yeah. When you taste it, the first flavor I'm getting is that. Second is tender coconut, and third is your yam. ഏലക്ക പായസത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു മണം തരുന്ന സാധനം തന്നെയാണ്. കൂടുതലായാലും ഏത് കാര്യവും ഓവർ പവേർഡ് ആവും, മറ്റു കാര്യങ്ങളിലേക്ക് കയറും അല്ലേ? അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. പായസത്തിൽ ഏലക്ക പൊടി ഇടരുതെന്നൊന്നും ഷെഫ് പറയുന്നില്ല, അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. ഓക്കെ, പ്രസന്റേഷൻ ഇസ് ഗുഡ് അല്ലേ? ഓക്കെ, ഇനി നെക്സ്റ്റ് ഇസ് നസിയ. നസിയയുടെ പ്രസന്റേഷൻ ഒക്കെ നല്ലതാ. എന്താണ് ഡേറ്റ്സ് ആണ് അതിന്റെ ഒരു പ്രധാന കാര്യം അല്ലേ? ചവ്വരി ഈത്തപ്പഴം പായസം. ചവ്വരി ഈന്തപ്പഴം പായസം. ഇത് ഞങ്ങൾ ആ റൗണ്ട്സിന് വന്നപ്പോൾ തന്നെ ഇത് ഒരു സംതിങ് ഡിഫറെൻ്റ് ആണെന്ന് തോന്നി. ടേസ്റ്റ് നോക്കണം എന്ന് തോന്നി. അപ്പം ഒരു ഡിഫറെൻ്റ് ആയിട്ട് തോന്നി. ഓക്കെ, നോക്കാം. അപ്പോൾ അകത്ത് ഉണ്ട് അല്ലേ ഡേറ്റ്സിൻ്റെ ബോള്. കാര്യം മുട്ടയിട്ട് പായസം ആരും മുട്ട ചേർത്ത് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ. Thank you. I liked it. Okay, thank you. നൈസ്, വെരി നൈസ്. അപ്പോൾ ആലോചിച്ച് നോക്കൂ, ഷെഫിൻ്റെ ഹോട്ടലിൽ ചിലപ്പോൾ ഇത് മെനുവിൽ വരും. Absolutely. Thank you so much. So that's a compliment. Very good. Yes, something thinking is different, and the taste is awesome. നന്നായി. Thank you so much. വെരി നൈസ്. Thank you.
This is what our expectation is. ഈ ലെവലിൽ ചിന്തിച്ച് ഈ ലെവലിലെ ഐറ്റംസ് ഉണ്ടായിക്കൊണ്ട് വരണം. അങ്ങനെ 1-2 പേരെങ്കിലും അങ്ങനെ ഒരു സ്പാർക്ക് കാണിക്കുമ്പോൾ ഒരു സന്തോഷമാണ്. ഓക്കെ, ശ്രേയ വരും. ഏത് പായസാണിത്? ഞാൻ സോയ ചങ്ക്സിന്റെ പായസം ഉണ്ടാക്കി. When we cooking the soya with sugar, another actually bubbles വന്നാണോ? വന്നിട്ടുണ്ടായിരുന്നു. എന്തിനാ വന്നേ? മേലുള്ള ഡേർട്ട്. Yes. Have you cleared that? ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്ങനെ? ഒരു സ്പൂൺ വെച്ചിട്ട് കോരി കളഞ്ഞു. അത് പോവോ? ആദ്യമായിട്ട് പോവോ? അത്രയും കൊണ്ട് ഇല്ല. Soya chunk, your idea is good, but why I'm asking you, it's not good when you put soya chunks in the hot water. That hot water should be out. ഡ്രെയിൻ ചെയ്തിട്ട് പിന്നെ തണുത്ത വെള്ളത്തിലാണ് ചെയ്തേ. ഔട്ട് ചെയ്തായിരുന്നോ വെള്ളം? കളഞ്ഞിട്ട് തണുത്ത വെള്ളത്തിലേക്ക് ഇട്ടു. പിന്നെ അത് കഴിഞ്ഞ് പിഴിഞ്ഞെടുത്തിട്ട് മുറിച്ചൊക്കെ ഇട്ടു. പക്ഷെ എപ്പോഴും സോയ ചങ്ക്സ് എന്ന് പറഞ്ഞാൽ സ്പോഞ്ചി ഒരു സാധനമാണ് അല്ലെ? അതിന് പ്രത്യേകിച്ച് ഫ്ലേവറോ ടേസ്റ്റോ ഒന്നുമില്ല. കുറച്ചൊരു മീറ്റിന്റെ ടൈപ്പ് ഓഫ്. ഒരു പായസത്തിലിടുമ്പോൾ ഇതിപ്പോ പാല്, ഓക്കെ, പാല് കുറുക്കി, പാലും പഞ്ചസാരയും കുറിക്കാൻ നമുക്കൊരു എന്താ പറയാ, ഒരു മധുരമുള്ളൊരു സംഗതിയാണ്. അതിനകത്ത് ഇതിങ്ങനെ വേറിട്ട് നിൽക്കില്ലേ? അതിനകത്തേക്ക് കയറി പോവോ കാര്യങ്ങളൊക്കെ? അതിലിട്ടിട്ട് കുറെ നേരം കുറുക്കി എടുത്തിട്ടുണ്ട്. എനിക്കറിയില്ല. ഒരു സുഖമില്ല കടിക്കുമ്പോ ഇങ്ങനെ. സോയാ ചങ്ക്സ് നോട്ട്, അത് ഈ ഒരു പായസത്തിന് ആവശ്യമില്ലാത്തൊരു സാധനം പോലെ തോന്നുന്നു അതിനകത്ത് കിടക്കുമ്പോൾ. നമ്മൾ എടുത്തു മാറ്റാൻ തോന്നുന്നൊരു സാധനമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ടേസ്റ്റ്ലെസ് തിങ്. ഒരു You know why it's a tasteless? Because soya chunks only goes well with your masalas, right? If you put milk is also very light flavor, right? And then soya is also light flavor. So what happens? The too light item doesn't go to it. Either one should be very strong. സോയാ ചങ്ക്സ് കറി പലതരം ഉണ്ടാക്കാം. അപ്പോൾ ചൈനീസ് ഡിഷസ് ഉണ്ടാക്കാം, നോർത്ത് ഇന്ത്യൻ ഡിഷസ് ഉണ്ടാക്കാം, എനിത്തിങ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ചെയ്യാം. പക്ഷെ പായസം വെരി സോറി അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട് തോന്നുന്നു. ആ ടേസ്റ്റ് ഒന്നും ഇല്ല കേട്ടോ അതിന്. ഓക്കെ ഓക്കെ, നെക്സ്റ്റ് ഈസ് രാധിക. രാധികയ്ക്ക് ഒരു വെപ്രാളം പോലെയൊക്കെ തോന്നുന്നു ഫേസ് കണ്ടിട്ട്, എന്താണെന്നറിയില്ല. എന്താ ഉണ്ടാക്കിയ? ഞാനൊരു വെള്ളരിക്ക അടപ്രഥമനാണ് ഉദ്ദേശിച്ചത്. വെള്ളരിക്ക പ്രഥമൻ. വെള്ളരിക്ക പ്രഥമൻ. കുഴപ്പമില്ല, മധുരം കുറച്ച് കൂടുതലാണ്. മധുരല്ലേ? ഷുഗർ എന്ന് വെച്ചാൽ ശർക്കരയല്ലേ, മധുരത്തിന്റെ ലെവല് ഇച്ചിരി കയറി നിൽക്കുകയാണ്. കുഴപ്പം അല്ലേ? വെള്ളരിക്ക പ്രഥമൻ നമുക്കൊരു പ്രഥമനായിട്ട് കൺസിഡർ ചെയ്യാം. കാര്യം പ്രഥമൻ പോലെയൊക്കെ നമ്മൾ കട്ട് ചെയ്തിട്ടാൽ ഓക്കെ. പക്ഷെ മധുരം കുറച്ച് കയറി നിൽക്കുന്നതുകൊണ്ട് അതിൻ്റെ അത്രയ്ക്ക് നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതിൻ്റെ ടേസ്റ്റ് ഭയങ്കരമായിട്ട് ടേസ്റ്റ് കിട്ടുന്നില്ല അങ്ങനെ നന്നായിട്ട്. But she followed the method actually. That was good. Process was good. അത് കറക്റ്റായിട്ട് തന്നെ ചെയ്തു. ഒരു പായസത്തിന്റെ ട്രഡീഷണൽ വേയിൽ പറട്ടി ശർക്കര പാനി ആ ഒരു ഓർഡറിൽ തന്നെ ചെയ്തു. ഒരു പ്രഥമൻ തന്നെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഈ ജഡ്ജ്മെന്റ് മാത്രമേ ഉള്ളൂ. ഇപ്പൊ തന്നെ നിങ്ങൾ ഏതാണ്ട് ഈ എന്താണ് ഓൺമിയുടെ സമ്മാനം ആർക്കാണ് കിട്ടാൻ പോണെന്ന് തീരുമാനിച്ചു കഴിഞ്ഞു. ബെസ്റ്റ് പായസം ആർക്കാണോ ആ ആൾക്ക് സമ്മാനം കിട്ടുന്നു. ഓക്കെ, അപ്പോൾ പറയേണ്ട ആവശ്യമില്ല, ഞങ്ങൾ ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് ഇറ്റ്സ് വെരി ഓബ്വിയസ്. ആരാണ്? ലസിയ. പ്ലീസ് ലസിയ വരൂ. അപ്പൊ ഇനി ഇതിൽ നിന്നും ഒരാൾ ഡേഞ്ചർ സോണിലേക്ക് പോകുന്നു. ഒരാള് ചേന, ഒരാള് സോയ ചങ്ക്സ്, വെള്ളരിക്ക തെറ്റില്ലാണ്ട് വന്നു, കുഴപ്പമില്ല. ചേനയും വലിയ മോശം പറയാനില്ല. അപ്പം ഇനി കൂടുതൽ സംസാരിക്കേണ്ട ആവശ്യമില്ല. ആരാണ്?
ശ്രേയ തന്നെ ആയിരിക്കും അല്ലേ ഡേഞ്ചർ സോണിലേക്ക് പോകണം. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ശരിയല്ലേ? ഫസ്റ്റ് ടൈം അല്ല, ഗ്രൂപ്പ് റൗണ്ടിൽ പോയി. നിങ്ങളുടെ ഗ്രൂപ്പ് മൊത്തമായിട്ട് പോയി 4 പേര്. ഓക്കെ ഓക്കെ. വേറിട്ട ചിന്തകളുള്ള ആള് തന്നെയാണ് ശ്രേയ. പക്ഷെ ചില സമയത്ത് ആ വേറിട്ട ചിന്ത എല്ലാവരെയും കുഴപ്പിക്കുന്ന രീതിയിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ചില സമയത്ത് കൂടുതൽ ചേരാത്ത എക്സ്പെരിമെന്റ്സിലേക്ക് പോകാതിരിക്കുക. എക്സ്പെരിമെന്റ്സ് നല്ലതാണ്, അതാണ് ഞങ്ങൾ എപ്പോഴും പറയുന്നത്. Too much of combination and right decision is most important. ഏതൊക്കെ കാര്യങ്ങൾ കമ്പൈൻ ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് എപ്പോഴും ഒരു ചിന്ത വേണം. എക്സ്പെരിമെന്റിന് വേണ്ടി എക്സ്പെരിമെന്റ് ചെയ്യേണ്ട കാര്യമില്ല. പരീക്ഷണങ്ങളാകാം, പക്ഷെ പരസ്പരം ചേരുന്ന കാര്യങ്ങൾ വെച്ചിട്ട്. We should be aware what we need from our product. Isn't it? So that is the fault Shreya has done. So that's the reason Shreya is in danger zone. സാരമില്ല, ഡേഞ്ചർ സോണിൽ നിന്നും തിരിച്ചു വരാം. ഇനി അടുത്ത പ്രാവശ്യം കുറച്ചുകൂടി കെയർഫുൾ ആകുക. ആൻഡ് നിങ്ങൾ നല്ല സ്പാർക്ക് കാണിക്കുന്ന ആൾക്കാർ തന്നെയാണ്, കുറച്ച് നന്നായിട്ടൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അത് കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് റൗണ്ടിൽ കാണാം. ഓൾ ദി ബെസ്റ്റ്. അങ്ങനെ പായസം റൗണ്ടിന്റെ ലാസ്റ്റ് ഗ്രൂപ്പിന്റെ പെർഫോമൻസ് ആണ് ഇന്ന് കഴിഞ്ഞത്. എന്തായാലും സന്തോഷം തോന്നി. കാര്യം നസിയ വളരെ നല്ല പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത്. ഒരു പക്ഷേ നമ്മളും നിങ്ങളും ഒക്കെ പ്രതീക്ഷിക്കുന്ന ലെവലിലേക്ക് നസിയക്ക് ഉയരാൻ സാധിച്ചു. ഒരുപക്ഷെ നമ്മളുടെ എല്ലാ മത്സരാർത്ഥികളും ആ ഒരു ലെവലിലേക്ക് വരണം എന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ശ്രേയയെക്കുറിച്ച് വലിയ എക്സ്പെക്ടേഷൻസ് ആയിരുന്നു, എങ്കിലും ഡേഞ്ചർ സോണിലേക്ക് എത്തി എന്നുള്ളതാണ്. സാരമില്ല, ഡേഞ്ചർ സോൺ എന്ന് പറഞ്ഞാൽ അവസാന വാക്കൊന്നുമല്ല. ഇനിയും അവർക്ക് അവസരമുണ്ട്. എന്തായാലും മറ്റൊരു റൗണ്ടുമായി എല്ലാവരും തിരിച്ചു വരും. അതുവരെ കാത്തിരിക്കുക.